ഇന്ന് ഞാൻ ഒരു മൂവി സജഷനായിട്ടാണ് വന്നിട്ടുള്ളത്. 3 ത്രില്ലേഴ്സാണ്. സോ 3 ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ 3നും ഒരേ ഒരു സിമിലാരിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ഉം എയറോപ്ലെയിനുള്ളിൽ നടക്കുന്ന ത്രില്ലറാണ്. അതായത് ഈ സിനിമ തുടക്കം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം അവസാനം വരെ എയറോപ്ലെയിനുള്ളിൽ നടക്കുന്ന പല സംഭവങ്ങൾ കൊണ്ടുള്ള ഒരു 3 സിനിമകളാണ്. അത് 2 ഇംഗ്ലീഷും ഒരു കൊറിയനാണുള്ളത്. സോ ആദ്യത്തെ സിനിമ റെഡ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് 2005 വന്നിട്ടുള്ള സിനിമയാണ്. ഇത് നമ്മുടെ വെസ് ക്രാവൻ, നമ്മളുടെ ഈ സ്ക്രീം എല്ലാ സിനിമകളും ഡയറക്റ്റ് ചെയ്തത് മൂപ്പരാണ്. അതുപോലെ നൈറ്റ് മെയർ ഓൺ എലം സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്, അതും ഇയാൾ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള റേച്ചൽ മക്കാഡംസ്, നമ്മളുടെ ഈ ദി നോട്ട് ബുക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് 2004. അവരാണ് ഹീറോയിൻ. അതല്ലാണ്ട് നമ്മളുടെ ഈ സിലിയൻ മർഫി, പീക്കി ബ്ലൈൻഡേഴ്സ് TV സീരീസ്, അതിലുള്ള ഹീറോ ആണ്. അയാളാണ് ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്നതിൽ. സോ ഇതിൽ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേച്ചൽ മക്കാഡംസ് ഒരു ഹോട്ടൽ മാനേജറാണ്. അവർ നൈറ്റ് ഫ്ലൈറ്റ് കയറുകയാണ്. അപ്പോൾ അതിൽ കണ്ടുമുട്ടുന്ന ഒരു സുമുഖനും സുന്ദരനുമായ ഒരാൾ, അയാളാണ് ഈ സിലിയൻ മർഫി. പക്ഷേ അയാൾ കാണുന്ന പോലെ അത്ര ഒരു നല്ലവനായ ഒരാളല്ല, നല്ലവനായ ഉണ്ണിയല്ല. സോ അയാൾ ഇവരെ ഉപയോഗിക്കുന്നതാണ് ഈ സിനിമേൻ്റെ ഒരു വൺ ലൈനർ. അതായത് എന്തിനുപയോഗിക്കുന്നു, അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു, എങ്ങനെയൊക്കെ അവരെ വരട്ടി അയാളുടെ കാര്യം സാധിക്കുന്നു, പിന്നെ അവർക്ക് എന്താവുന്നു, അവരെങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് സിനിമ. ഇതൊരു കുറച്ച് പഴയ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ പഴയൊരു സിനിമയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിന് കാണാത്തവർക്ക് അതൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. നെറ്റ്ഫ്ലിക്സ് പിന്നെ അത് ഒന്നുകൂടിയും റീസെൻ്റ്ലി ആഡഡിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നല്ലൊരു സിനിമയാണ്, അത് കാണാവുന്ന സിനിമയാണ്. രണ്ടാമത്തെ സിനിമ ഓക്കെ മാഡം, 2020 വന്നിട്ടുള്ള ഒരു കൊറിയൻ സിനിമയാണ്. സോ ഇതും ഒരു ഫ്ലൈറ്റിൽ നടക്കുന്ന ഒരു ത്രില്ലറാണ്. ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ ഒരു അച്ഛൻ, ഒരു അമ്മ, അവർക്കൊരു ചെറിയ മോളുണ്ട്. ആ ചെറിയ കുട്ടിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുവായിൽ പോകണമെന്നാണ്. അപ്പോൾ അവർക്ക് വന്ന് കിട്ടുന്ന ഒരു ഫ്രീ പാക്കേജാണ് ഈ ഹുവായിലേക്കുള്ള ട്രിപ്പ്. അത് വന്ന് പോയിക്കുന്ന ലോട്ടറി പോലെ വന്ന് പോയിക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടിക്കൊരു സർപ്രൈസ് പോലെ ഇവർ കൊണ്ടുപോവുകയാണ്, ഫ്ലൈറ്റിൽ കയറ്റി ഇവർ 3 പേരും പോവുകയാണ്. ആ ഫ്ലൈറ്റ് ഹൈജാക്ക് ആവുകയാണ്. അപ്പം ഈ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ സാധാരണയായിട്ട് ജീവിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. വളരെ ഒരു ബേക്കറി നടത്തുന്നതായും ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അതൊരു ട്വിസ്റ്റ് അല്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടാളും നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും നമ്മൾ ഉദ്ദേശിച്ച ആളുകളല്ല. ആ ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ഹൈജാക്ക് ആയതിനു ശേഷം ഇവരാരാണ് എന്താണ് റിവീൽ ആവുന്നുണ്ട്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ത്രിൽ, ചെറിയ സസ്പെൻസ് പ്ലസ് ഒരു ഒരു നല്ല ടോപ്പ് ക്ലാസ് ആക്ഷൻ സിനിമയാണ്. കോമഡി സിനിമ എന്നാണ് ഇതിൻ്റെ ജോണർ കൊടുത്തിട്ടില്ലെങ്കിലും ഇതൊരു നല്ലൊരു ആക്ഷൻ ത്രില്ലറുമാണ്. കോമഡി ഇല്ലയെന്നല്ല, കോമഡി ഒരുപാടുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ആക്ഷൻ ത്രില്ലറാണ്. ഇത് കുടുംബത്തിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലൊക്കെ ഡബ് ചെയ്തിരുന്നെങ്കിൽ നമുക്കും ഈസി ആയിട്ട് വന്ന് കണ്ട് രസിച്ച് പോയിരുന്നു. ഇപ്പം ഇതിപ്പോൾ സബ് ടൈറ്റിൽ എടുക്കേണ്ട ഒരു സംഭവമാണ്. കുറേ ഇമോഷണൽ സീൻസ് ഉണ്ട്. അതായത് ഈ കുട്ടി, അച്ഛനമ്മ, അവരുടെ ആഗ്രഹം, ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ആവുന്നു, എന്താവും, ആരെയും മരിച്ചു പോകും, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇതൊരു ഇമോഷണലി നല്ലൊരു ഇതിൽ തന്നിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമയാണ്, ഇത് കാണേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ സിനിമ നമ്മളെ ലിയാമി നീസൺ അഭിനയിച്ചിട്ടുള്ള 2014 വന്നിട്ടുള്ള നോൺ സ്റ്റോപ്പ് എന്നിട്ടുള്ള സിനിമയാണ്. ലിയാമി നീസൻ്റെ ഒരുപാട് രക്ഷകൻ സിനിമകളിൽ ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ തള്ളാൻ ഉള്ള ഒരു സിനിമയല്ല അത്. ഈ സിനിമ ഇപ്പം ലിയാമി നീസനെ ആദ്യം എല്ലാവരും നമ്മൾ പറയുമ്പോൾ തന്നെ എല്ലാവരും പറയാം ടേക്കണില്ല ഹീറോ എന്നുള്ളതാണ്. പക്ഷേ അതിന് ടേക്കൺ മാത്രമല്ല, ഒരുപാട് ഇങ്ങനത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു സിനിമ കണ്ടിരുന്നു ഞാൻ, ദി മാർക്സ്മെൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതാണ് തോന്നുന്നു എൻ്റെ പേര്, ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ആ സിനിമയും ഏകദേശം ഇതായിരുന്നു. പക്ഷേ അതൊന്നുമില്ല, ഇത് സംഭവം വേറെയാണ്. സോ 2014 വന്നിട്ടുള്ള ഈ നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സിനിമ പറയുന്നത് ഒരു എയർ മാർഷലിൻ്റെ കഥയാണ്. ഒരു ബിൽ മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ മാർഷൽ, അതായത് ഈ ഫ്ലൈറ്റിൽ വരുന്ന മാർഷൽ. നമ്മുടെ നാട്ടിൽ അതിന് പോലീസ് തന്നെയാണെന്ന് തോന്നുന്നു പറയാം, അല്ലേ, രണ്ടും ഒന്നാന്ന് തോന്നുന്നു, എന്തോ ആട്ടെ. സോ ഫ്ലൈറ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് മാർഷൽ ആയിട്ടുള്ള ബിൽ മാർക്സ്, ലിയാമി നീസൺ ചെയ്യുന്ന കഥാപാത്രം. അയാൾക്ക്
ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി എത്രയോ ഒരു 30,000 അടീൻ്റെ മുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ഈ ഫ്ലൈറ്റിൻ്റെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തിട്ട് ആരോ അയക്കുന്ന അതിലെ പാസഞ്ചേഴ്സ് അയക്കുന്ന ആരോ ഒരാൾ അയക്കുന്ന ഒരു മെസ്സേജ് ത്രെട്ടാണ്. സോ ഈ ത്രെട്ട് അയാൾ ആദ്യം ഇത് പരിശോധിക്കുന്നെങ്കിലും എവിടെ നിന്നാണ് വരുന്നത് അയാൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അയാൾക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളാണ് ഇത് ചെയ്യുന്നത്, ഫ്ലൈറ്റ് നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അയാൾ ഒരുപാട് പാസഞ്ചേഴ്സ് ലിസ്റ്റ് എടുക്കുന്നു, മറ്റേതെടുക്കുന്നു, മറിച്ചെടുക്കുന്നു. ഇത് പിന്നെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ അതിലൊരു ആക്ഷൻ, പിന്നെ അതിൽ ത്രില്ല്, പിന്നെ അതിൽ വരുന്ന സസ്പെൻസ്, അടി ബഹളമാണ്. പക്ഷേ സിനിമ എവിടെയും ലാഗ് ആവാണ്ട് 1.25 മണിക്കൂർ കൊണ്ട് നമ്മളെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ടേക്ക് ഓഫ് ആവാനാണ്. ഒരു നോൺ സ്റ്റോപ്പ് സിനിമ തന്നെയാണിത്. അവസാനം ലാൻഡ് ചെയ്യുന്നില്ലേ, ഇനി അതെല്ലാവരും വേറെ എന്തെങ്കിലും ആവുകയാണോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. സോ ഇത് മൂന്നിനും ഒരേ ഒരു സിമിലാരിറ്റി ഉള്ളൂ. അതായത് ഫ്ലൈറ്റിൽ നടക്കുന്നത്, 3 ഫ്ലൈറ്റിലാണ് നടക്കുന്നത്. സോ ഇതാണ് എനിക്ക് ഈ വീക്കിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള 3 ത്രില്ലേഴ്സ്. ഞാനിങ്ങനെ മൂവി സജഷൻസും ചെയ്യാം. എല്ലാവരും ഒരുപാട് ചാനൽ ഈ മൂവി സജഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മേ ബി ഇല്ലാത്ത സിനിമ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഉള്ള സിനിമ എനിക്ക് പറയാൻ പറ്റൂ. സോ ഞാൻ മാക്സിമം ഈ എന്താ പറയുക റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ സിനിമകൾ കുറയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സിനിമ സജസ്റ്റ് ചെയ്യും ഞാൻ കാണാത്ത സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഒരുപാട് അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളാണ് ഞാൻ പറയുന്നത്. ഒരു കമേഴ്ഷ്യൽ അങ്ങനെയുള്ളൊരു ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളൊന്നും ശരി മേ ബി ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഫിലിമിനെ പറ്റി പഠിക്കുന്നവർ അത് കാണുമായിരിക്കാം. പക്ഷേ നോർമൽ ഓഡിയൻസിന് അങ്ങനത്തെ ഒരു സിനിമകൾ ഇഷ്ടമല്ല. സോ പ്ലീസ് അതും കൂടി മനസ്സിൽ വെച്ചിട്ട് അങ്ങനത്തെ ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ പറയൂ. നല്ല ത്രില്ലേഴ്സോ മിസ്റ്ററി ഒക്കെ ഞാനും എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരിധി വരെ ഞാൻ സിനിമകൾ സജസ്റ്റ് ചെയ്യാം. എല്ലാ ആഴ്ചയും ചെയ്യണമെന്നാണ് ആഗ്രഹം. നോക്കട്ടെ എങ്ങനെ പോകുന്നു എന്നുള്ളത്. സോ അത്രയേ ഉള്ളൂ ഈ ആഴ്ച. അടുത്ത ആഴ്ച വേറെ ഒരു നല്ല അല്ലെങ്കിൽ വേറെ ഒരു ഇതേപോലെ സിമിലാരിറ്റിയോ അല്ലെങ്കിൽ വേറെ ത്രില്ലേഴ്സോ വേറെ ഏതെങ്കിലും ജോണറുള്ള സിനിമകൾ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.